അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, ഞണ്ട്. അപ്പോൾ ഈ ഞണ്ട് എന്ന് പറഞ്ഞാൽ ചില ആൾക്ക് പൊളിക്കാൻ അറിയാത്തതുകൊണ്ട് വാങ്ങാറില്ല എന്ന് പറയുന്നതായിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഞണ്ട് കറി ഇഷ്ടമാണ്, പക്ഷേങ്കിൽ ഞണ്ട് പൊളിക്കാൻ അറിയില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മീൻകാരൻ ഞാൻ ചോദിച്ചു, എനിക്ക് ഞണ്ട് കൂട്ടാൻ പൂതിയാണ്, പക്ഷേങ്കിൽ ഞണ്ട് പൊളിക്കാൻ അറിയില്ല. അപ്പോൾ പറഞ്ഞ് ഞണ്ട് പൊളിക്കാൻ മാത്രമേ ഇത് ഞാൻ പറഞ്ഞുതരാം, വെരി ഈസിയാന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു ഞണ്ടിനെ എടുത്തിട്ട് ഇങ്ങനെ ചെറുതെല്ലാം ഇങ്ങനെ വേസ്റ്റാക്കി മാറണം എന്ന് പറഞ്ഞു. ഇതെല്ലാം വേസ്റ്റ് ആട്ടോ, ചെറുതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. യൂസ് ചെയ്യാൻ പറ്റുന്നതിന് പ്രശ്നമൊന്നുമില്ല, എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അതിൽ ഇറച്ചിയൊന്നുമില്ല. അത് നേരെ ഒരു ഇറച്ചിയൊന്നുമില്ലാത്ത 2-3 കാലുകൾ. അപ്പോൾ അതൊന്ന് വേസ്റ്റിലേക്ക് ഇട്ട്, പിന്നെ അതിന് ശേഷം അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കണ്ട നേരെ കാല്, അതും അങ്ങനെ 4 ഉള്ള കേട്ടോ. ഈ 4 എടുത്തിട്ട് വേസ്റ്റിലിടുക. ശരിക്കും പറഞ്ഞാൽ ഒരു കിലോ ഞണ്ട് വാങ്ങിയാൽ 1/2 കിലോയും വേസ്റ്റ് ഉണ്ട് കേട്ടോ. 1/2 കിലോ മാത്രമല്ല, അതിൽ കൂടുതൽ. അപ്പോൾ ഇത് ഇനി ലാസ്റ്റ് ഇങ്ങനെ 2 ഭാഗത്തുള്ള കൈയാണല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ കൊടുത്തിട്ട് ഇതെന്ത് ചെയ്യണം, ഇത് 2 പീസുകളായിട്ടുണ്ടാകുക. ഇത് 2 ഭാഗമായിട്ട് ഇതതിൻ്റെ കൈമുട്ട് പോലത്തെ ഒരു സംഭവം. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നത്, നമുക്ക് കത്തിയാരം വെച്ചിട്ട് കുറച്ച് ഇത് കട്ടിയുള്ള ഭാഗം. അപ്പോൾ ഇത് കത്തി വെച്ചിട്ട് 2 പീസാക്കിയിട്ട്, പിന്നെ ഇതിൻ്റെ ഒരു ഭാഗം ഇത് കണ്ട, ഈ ഇറുക്കുന്ന ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യണം. നമ്മളെ കട്ടിയുള്ള കത്തി വെച്ചിട്ട് ഇത് അടിച്ച് പൊട്ടിക്കുന്നതാണ് നല്ലത്. അത്രയും കട്ടിയല്ലേ, നമുക്കറിയാലോ ഞണ്ടിൻ്റെ ഈ ബോഡീൻ്റെ ഭയങ്കര കട്ടിയുള്ള സംഭവം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം നമ്മൾ എടുക്കുന്ന സാധനം കേട്ടോ, ഇതെല്ലാം നമ്മൾ ലാസ്റ്റോട്ട് എടുക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് നമുക്ക് ഇതെങ്ങനെയാണ് പൊളിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് കുറച്ച് ശക്തിയുള്ളത്, അതിൻ്റെ ഓട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കണ്ട, ഇങ്ങനെ വലിച്ചാലേ കിട്ടും കണ്ട. അപ്പോൾ ഇങ്ങനെ വലിച്ച് കിട്ടുമ്പോൾ ഇങ്ങനെയാണ് സംഭവം ഉള്ളത് അതിൻ്റെ ആക്കോ. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഇത് ഫുള്ള് വേസ്റ്റാണ്. ഈ കയ്യിലിരിക്കുന്ന ഇത് മൊത്തം വേസ്റ്റ്, അതും നമ്മൾ വേസ്റ്റിലേക്ക് പോയി. അതിനുശേഷം ഈ 2 സൈഡിൽ ചില ആൾക്കാർ ഈ സൈഡ് എടുക്കും കേട്ടോ, ഇതെടുക്കും. പക്ഷെ എനിക്ക് ഇതിനോട് ഇഷ്ടമില്ല അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ നീറ്റ് ക്ലീൻ ആക്കണമല്ലോ, അപ്പോൾ അത് ഞാൻ എടുക്കില്ല കേട്ടോ. അപ്പോൾ ഈ 2 സൈഡും ഇങ്ങനെ നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്ത്, പിന്നെ അതിൻ്റെ അകത്ത് ഉണ്ടല്ലോ, അകഭാഗം അതും കുറച്ചും കൂടി നമ്മൾ ഒരു വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതെല്ലാം വേസ്റ്റ് പോയി. വേസ്റ്റ് പോയ ശേഷം നമ്മൾ ഇതിൻ്റെ പുറകിൽ കണ്ട, ഇത് കാലിൻ്റെ ആ ഒരു ഭാഗം ഒടിക്കുമ്പോൾ പകുതി പോയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം കണ്ട, നമ്മളൊരു അടപ്പ് പോലെ, അതെന്ത് ചെയ്യണം വെച്ചാൽ ഈ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ അടന്ന് വരും കണ്ട. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഭയങ്കര ഒരു അത്ഭുതമാണ്. കാരണം വെച്ചാൽ എല്ലാ ഞണ്ടിനും ഇങ്ങനെ കണ്ട ഈ ഒരു പുറകിലെ സംഭവം, ഇതും നമ്മൾ വേസ്റ്റ് പെടുന്ന സംഭവമാണ്. അപ്പോൾ ഒരു ഞണ്ട് ക്ലീനാക്കാൻ തുടങ്ങിയാൽ, വലിയൊരു ഞണ്ട് കയ്യും കാലിലുള്ള വലിയൊരു ഞണ്ട് നമ്മൾ വാങ്ങുമ്പോൾ ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന സംഭവമാണ് ഇതും. ഇതിൻ്റെ ഈ 2 കാല് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാല് നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഇത് തന്നെയാണ് തോന്നുന്നു ഇതിൻ്റെ കാല്. അപ്പോൾ ഈ 2 കാലും ഇത് മാത്രമേ ബാക്കി ഉണ്ടാവും. പക്ഷേ ഇത് കറി വെക്കുന്ന പോലെ വറുത്തരച്ച് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ റോസ്റ്റ് ആക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ, ഭയങ്കര ടേസ്റ്റാണ് ഞണ്ട്. ഞാൻ എപ്പോഴെങ്കിലും വാങ്ങല്ലോ, കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ എന്താ പറയുക, ഡയാലിസിസ് എല്ലാം ഇല്ലാത്ത ദിവസങ്ങളിപ്പോൾ ക്ഷീണമൊന്നുമില്ല, അല്ലെങ്കിൽ വേറെ ആരും ഗസ്റ്റ് എല്ലാം വരുന്ന ദിവസങ്ങൾ എൻ്റെ മൂത്ത കുട്ടിക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി ഞണ്ട്. അപ്പോൾ ഓള് വരുന്ന ദിവസങ്ങളിൽ ഞാനിത് വാങ്ങും. അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലീനിങ് കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നത്. അപ്പോൾ പിന്നെ ഇതാണ് നമുക്ക് ഒട്ടാകെ കിട്ടിയ ഒരു ഞണ്ടിൻ്റെ ഒരു വലിയ പീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അടുത്ത ഈ കാല് എന്ന് പറഞ്ഞാൽ, ഈ കാലിൻ്റെ ഇവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഭയങ്കര കട്ടിയുള്ളൊരു ഭാഗമാണ്. പക്ഷേങ്കിൽ ഇത് വലിയൊരു കട്ടി കാണുന്നില്ല, എന്നാലും ഞാൻ പൊട്ടിക്കുന്നത് കാണിച്ചാൽ നിങ്ങൾക്ക്. ഇങ്ങനെയാണ് ഈ 2 പീസ് എടുക്കുക. ഈ ഒരു പീസും എടുക്കുക, ഈ പീസിൻ്റെ ഇവിടുന്ന് 2 ഭാഗത്തും കട്ട് ചെയ്തിട്ട് ഇതും എടുക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് പിന്നെയുള്ള കാൽ ഭാഗങ്ങൾ. ഈ 2 കൈയും ആ ഒരു ശരീര ബോഡിയും മാത്രമേ കിട്ടുന്നുള്ളൂ നമുക്ക് ഞണ്ട് എന്ന് പറയുന്നത്. പക്ഷേ കറി വെച്ചാൽ നല്ല ടേസ്റ്റുള്ള സംഭവം. 1 കിലോന് 400 വരെ ഉണ്ട്. ഞാൻ 1/2 കിലോ വാങ്ങിയതാണ്. അപ്പോൾ നല്ല റേറ്റുള്ള സംഭവം. ചില ദിവസങ്ങളിൽ വില കുറയും, ചില സമയം വില കൂടും. അപ്പോൾ എല്ലാവരും ഞണ്ട് കറി കൂട്ടാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഞണ്ട് മുറിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ട് ഞണ്ട് മുറിക്കുന്നതെല്ലാം നോക്കി സംഭവം ഒന്ന് സെറ്റാക്കി നല്ലൊരു കറിയെല്ലാം വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും വീഡിയോ കാണുക. പിന്നെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യുക, കൂടുക. പിന്നെ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനും കൂട്ടുകാർക്കുമെല്ലാം എൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ, സീ യു. ഷമീല, കണ്ണൂർ.